Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. നഴ്സുമാർക്ക് പരമാവധി 2% ശമ്പള വർധന നൽകാം. സാഹചര്യം മോശമെന്ന് NHS ഇംഗ്ലണ്ട്. NHS നഴ്സുമാർക്ക് 2024-25 വർഷത്തേക്ക് പരമാവധി 2% ശമ്പള വർധന മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ നടക്കൂവെന്ന് NHS ഇംഗ്ലണ്ട്. ഇതിൽ കൂടുതലുള്ള വർധന നൽകാൻ സമ്പൂർണ്ണ ഫണ്ടിംഗ് ആവശ്യമാണെന്ന് NHS ഇംഗ്ലണ്ട് പറയുന്നു. NHS പേ റിവ്യൂ ബോഡി നൽകിയ നിർദ്ദേശത്തിലാണ് ഇതിൽ കൂടുതൽ വർധന അനുവദിച്ചാൽ സേവനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിലേക്ക് നയിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇത് ഒഴിവാക്കാൻ ഗവൺമെന്റ് ഫണ്ടിംഗ് ആവശ്യമാണ്. 2021 ട്രഷറി അംഗീകരിച്ച NHS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രകാരം 2024-2025 വർഷത്തേക്ക് 2% വർധന മാത്രമാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. പണപ്പെരുപ്പ നിരക്കിലും ഏറെ താഴെയാണിത്. ഗവൺമെന്റ് അധിക ഫണ്ടിംഗ് നൽകാതെ ഇതിൽ കൂടുതൽ വർധന അനുവദിച്ചാൽ NHS ബഡ്ജറ്റിൽ കൂടുതൽ സമ്മർദ്ദം സമ്മാനിക്കുമെന്ന് രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഇംഗ്ലണ്ടിലെ നഴ്സുമാർക്കായി പുതിയ പ്രത്യേക പേ സിസ്റ്റം വേണമെന്നാണ് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആവശ്യപ്പെടുന്നത്. നഴ്സിംഗ് പ്രൊഫഷണലുകളെ അംഗീകരിക്കുന്ന പുതിയ പദ്ധതിയാണ് വേണ്ടതെന്ന് RCN ജനറൽ സെക്രട്ടറി പാറ്റ് കൊളൻ പറഞ്ഞു. സുരക്ഷയ്ക്കായുള്ള കേസ് തോറ്റു. ഹാരി £1 മില്യൺ തിരിച്ചടയ്ക്കാൻ വിധി. രാജകീയ ജീവിതം ഉപേക്ഷിച്ചതിന് ശേഷം പോലീസ് സുരക്ഷയ്ക്കായി ഹോം ഓഫീസിനെതിരെ നൽകിയ കേസ് ഹാരി രാജകുമാരൻ തോറ്റു. ഹാരി £1 മില്യൺ തിരിച്ചടയ്ക്കാനാണ് കോടതി വിധി. പോലീസ് സുരക്ഷ കുറയ്ക്കാനുള്ള ഹോം ഓഫീസ് തീരുമാനത്തിന് എതിരെ ഹൈക്കോടതി പോരാട്ടം നടത്തിയ ഹാരി രാജകുമാരനോട് കോടതി ചെലവുകൾ അടയ്ക്കാനാണ് നിർദ്ദേശം. സ്വന്തം നിയമച്ചെലവുകൾ ഉൾപ്പെടെ ഏകദേശം £1 മില്യൺ വമ്പൻ ബില്ലാണ് ഇതോടെ രാജകുമാരനെ കാത്തിരിക്കുന്നത്. തുക പകുതിയാക്കി കുറയ്ക്കണമെന്ന ഹാരിയുടെ അപേക്ഷ ജഡ്ജി തള്ളി. സസെക്സ് ഡ്യൂക്കിന്റെ കേസ് നഷ്ടമായെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള ഡ്യൂക്കിന്റെ ശ്രമവും ജഡ്ജി അംഗീകരിച്ചില്ല. എന്നിരുന്നാലും കേസ് തുടരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കോർട്ട് ഓഫ് അപ്പീലിനെ സമീപിക്കാൻ രാജകുമാരന് സാധിക്കും. നയം പ്രഖ്യാപിച്ചു, നടപ്പായില്ല. 80,000 കുടുംബങ്ങൾ തെരുവിൽ. കാരണമില്ലാതെ വാടകക്കാരെ വീടുകളിൽ നിന്നും പുറത്താക്കുന്നതിന് വിലക്കേർപ്പെടുത്താനുള്ള നയം പ്രഖ്യാപിച്ചിട്ട് 5 വർഷം. ഇത് നടപ്പാക്കാതെ ഈ വർഷങ്ങളത്രയും വാടകക്കാരെ വഞ്ചിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളതെന്ന് വിമർശകർ ആരോപിക്കുന്നു. ഇതിനുശേഷം 80,000-ലേറെ കുടുംബങ്ങളാണ് തെരുവിലായതെന്ന് കണക്കുകൾ പറയുന്നു. മുൻ കൺസർവേറ്റീവ് പ്രധാനമന്ത്രി തെരേസ മെയ് 2019 ഏപ്രിൽ 15 സെക്ഷൻ 21 നോട്ടീസ് റദ്ദാക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. പിൻഗാമിയായി എത്തിയ ബോറിസ് ജോൺസന്റെ പ്രകടന പത്രികയിലും ഈ വാഗ്ദാനം ഉൾപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം പദ്ധതി നടപ്പാക്കുന്നത് അനിശ്ചിതകാലത്തേക്ക് നീട്ടിയാണ് ഗവൺമെന്റ് പ്രഖ്യാപനം നടത്തിയത്. കോടതിയുടെ മുന്നിലുള്ള പരിഷ്കാര നടപടികൾ കൂടി പരിഗണിച്ച ശേഷം പദ്ധതി നടപ്പാക്കാമെന്നാണ് ഗവൺമെന്റ് നിലപാട്. സെക്ഷൻ 21 ഓർഡർ പ്രകാരം വാടകക്കാരെ കേവലം 2 മാസത്തെ നോട്ടീസ് നൽകിയ ശേഷം പുറത്താക്കണമെന്നാണ് ചട്ടം പറയുന്നത്. ഇതിന് ഒരു കാരണം പോലും രേഖപ്പെടുത്തേണ്ടതില്ല. ഭവനരഹിതരുടെ എണ്ണം ഉയർത്തുന്നതിന് പ്രധാന സംഭാവന നൽകുന്നത് ഈ അവസ്ഥയാണെന്ന് ഹൗസിംഗ് ക്യാമ്പയിനർമാർ സ്ഥിരീകരിക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. സിവിൽ സർവീസ് ഫലം പ്രഖ്യാപിച്ചു. 4ാം റാങ്ക് മലയാളിക്ക്. സിവിൽ സർവീസ് 2023 ഫലം പ്രഖ്യാപിച്ചു. ആദിത്യ ശ്രീവാസ്തവ 1ാം റാങ്കും അനിമേഷ് പ്രധാൻ 2ാം റാങ്കും ഡൊണൂരു അനന്യ റെഡ്ഡി 3ാം റാങ്കും നേടി. എറണാകുളം സ്വദേശിയായ PK സിദ്ധാർത്ഥ് രാംകുമാറിനാണ് 4ാം റാങ്ക്. സിദ്ധാർത്ഥ് രാംകുമാറിന്റെ 4ാമത്തെ സിവിൽ സർവീസ് നേട്ടമാണിത്. 2022 121ാം റാങ്കാണ് സിദ്ധാർത്ഥ് നേടിയത്. നിലവിൽ IPS ട്രെയിനിങ്ങിലാണ്. മലയാളികളായ വിഷ്ണു ശശികുമാർ 31ാം റാങ്കും അർച്ചന PP 40ാം റാങ്കും രമ്യ R 45ാം റാങ്കും നേടിയിട്ടുണ്ട്. പൊതു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം. ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. തമിഴ്നാടടക്കം 21 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ മണ്ഡലങ്ങളിൽ വെള്ളിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ്. 1625 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. തമിഴ്നാട്ടിൽ വൈകിട്ട് 6 മണിവരെയാണ് പരസ്യപ്രചാരണത്തിനുള്ള സമയം. 39 സീറ്റുകളിൽ ആകെ 950 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ചെന്നൈയിലും പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി കൊങ്കുനാട്ടിലും പ്രചാരണം നടത്തും. പുതുച്ചേരി സീറ്റിലും ഇന്ന് പ്രചാരണം അവസാനിക്കും. പ്രധാനമന്ത്രി ഇന്ന് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിനെത്തും. തൃണമൂൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയും ഇന്ന് പുറത്തിറക്കും. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരളത്തിൽ ചൂടിന് തെല്ല് ആശ്വാസമെന്ന നിലയിൽ വേനൽ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത. ഇവിടങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് മധ്യ തെക്കൻ കേരളത്തിലെ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കോഴിക്കോട്ടും വയനാട്ടും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ഒരു ഭാഗത്തുണ്ടെങ്കിലും ചൂടിന് യാതൊരു കുറവുമില്ല എന്നതും കേന്ദ്ര കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം പറയുന്നു. ഇതുകൊണ്ട് തന്നെ താപനില ഉയർന്നത് കണക്കിലെടുത്ത് ഇന്ന് 11 ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
സുരക്ഷിതയെന്ന് ആൻടെസ. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ മലയാളി യുവതി കുടുംബവുമായി സംസാരിച്ചു. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ മലയാളി യുവതി ആൻടെസ ജോസഫ് കുടുംബവുമായി സംസാരിച്ചു. മകൾ വീഡിയോ കോൾ വിളിച്ച് സുരക്ഷിതയാണെന്ന് അറിയിച്ചതായി പിതാവ് ബിജു എബ്രഹാം പറഞ്ഞു. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും നോർക്കയും ബന്ധപ്പെട്ടതായി ബിജു പറഞ്ഞു. കപ്പലിലുള്ള മറ്റുള്ളവരും സുരക്ഷിതരാണെന്നും കപ്പലിലുള്ളവർക്ക് ഫോൺ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണമുണ്ടെന്നും ഒരാഴ്ച കൊണ്ട് മോചിതരാകുമെന്നുമാണ് പ്രതീക്ഷയെന്നും പറഞ്ഞതായി പിതാവ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആൻടെസ കുടുംബവുമായി സംസാരിച്ചത്. തൃശൂർ വെളുത്തൂർ സ്വദേശിനിയായ ആൻടെസ ജോസഫ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി 9 മാസമായി കപ്പലിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. വൻ തിരിച്ചുവരവ്. ബാഴ്സയെ തകർത്ത് PSG ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ. എതിരിടുക ഡോട്ട്മുണ്ടിനെ. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദത്തിൽ ബാഴ്സലോണയെ തകർത്ത PSG സെമി ഫൈനലിൽ. ആദ്യ പാദത്തിൽ 3-2 ജയിച്ചതിന്റെ ആനുകൂല്യം കറ്റാലന്മാർക്ക് മുതലാക്കാനായില്ല. ബാഴ്സയുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ 1-4 ഗോളുകൾക്കാണ് PSG ജയം. ഇതോടെ 6-4 അഗ്രിഗേറ്റ് സ്കോറോടെ PSG സെമിയിൽ പ്രവേശിച്ചു. 2 ഗോളുകൾ നേടിയ കിലിയൻ എംബാപ്പയാണ് ബാഴ്സയെ തകർത്തത്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ തിരിച്ചടിയും മറികടന്ന് ഡോട്ട്മുണ്ട് സെമി ഫൈനലിൽ. ജർമ്മനിയിൽ നടന്ന ആവേശകരമായ മത്സരത്തിനൊടുവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിച്ച് ഡോട്ട്മുണ്ട് ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ. ഇന്ന് നടന്ന രണ്ടാം പാദ മത്സരത്തിൽ 4-2 വിജയമാണ് ബൊറൂസിയ ഡോട്ട്മുണ്ട് നേടിയത്. ആദ്യ പാദത്തിൽ 2-1 അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിച്ചിരുന്നു. 5-4 അഗ്രിഗേറ്റ് സ്കോറിലാണ് ഡോട്ട്മുണ്ടിന്റെ വിജയം. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 103.97 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.